നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് മൂലം ജനജീവിതമേറെ ദുസ്സഹമായ സാഹചര്യത്തിലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായി മൂന്നാം വർഷവും വൈദ്യുത നിരക്ക് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിച്ച നടപടിക്കെതിരെ തലയോലപ്പറമ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വൈദ്യുത ഓഫീസ് മാർച്ചിൽ ജനരോഷം ഇരമ്പി. വൈദ്യുത ഓഫീസിന് മുന്നിൽ മാർച്ച പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം KPCC അംഗം മോഹൻ ഡി ബാബു ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടടി എന്ന് പറയുമ്പോൾ ഇരുട്ടടിയല്ല, ഇത് വെളിച്ചത്തിലെ അടിയാണ് കറണ്ട് ബില്ല് വരുമ്പോൾ കിട്ടാൻ പോകുന്നത്. അതാണ് ഉടനെ നടക്കാൻ പോകുന്ന കാര്യം. ഈ വെളിച്ചം ദുഃഖമാണുണ്ണി സമസ്തല്ലോ സുഖപ്രദം എന്ന് മഹാകവി അക്കിത്തം പാടിയിട്ടുണ്ട്. അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിതയാണ്. അദ്ദേഹം മരിച്ചിട്ട് 1-2 വർഷമാകുന്നു. അപ്പം ഈ ഒരു അവസ്ഥയിൽ കേരളത്തിലെ ആളുകൾ ഇനി അത് പാടേണ്ടി വരും. വെളിച്ചം ദുഃഖമാണ് എന്ന് നമ്മളെല്ലാം കാണേണ്ടി വരും. ബ്ലോക്ക് പ്രസിഡന്റ് MK ഷിബു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PV പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടത്തരം കുടുംബങ്ങളാണെങ്കിൽ 700 മുതൽ 800 വരെ ശരാശരി കറണ്ട് ചാർജ് ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ഇപ്പോൾ 2500 മുതൽ 3000 വരെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ മുകളിലോട്ട് അടക്കുന്ന ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത്, അത്തരമൊരു അവസ്ഥയിലേക്ക് ദുരിതത്തിലേക്ക് കേരളത്തിലെ വീട്ടുകാരെ ജനങ്ങളെ തള്ളിവിട്ടത് ഈ പിണറായി വിജയന്റെയും കിഷൻകുട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും തെറ്റായ നയത്തിന്റെയും സമീപനത്തിന്റെയും നിലപാടിന്റെയും ഭാഗമായിട്ടാണ്. നേതാക്കളായ അഡ്വക്കേറ്റ് PP സിബിച്ചൻ, വിജയമ്മ ബാബു, MV മനോജ്, KD ദേവരാജൻ, മോഹൻ K തോട്ടുപുറം, KK ഷാജി, ഷൈൻ പ്രകാശ്, സിയാദ് ബഷീർ, MJ ജോർജ്, PV സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലാം കടവിൽ നിന്നും പള്ളിക്കവല ജംഗ്ഷന് സമീപമുള്ള വൈദ്യുത ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വീട്ടമ്മമാരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും അടക്കം 100 കണക്കിന് പേർ അണിനിരന്നു. പ്രതിഷേധ മാർച്ചിന് NC തോമസ്, MR ഷാജി, PM മക്കാർ, കുമാരി കരുണാകരൻ, പോൾ തോമസ്, മജിദ ലാൽജി, R അനീഷ്, PP പത്മാനന്ദനൻ, ജെസി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.